ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന പാവന കേന്ദ്ര കഥാപാത്രത്തെ ഹണ്ട്, പ്രാവൻകൂട് ഷാപ്പ്, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് തുടങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച 2 ചിത്രങ്ങളാണ് OTT റിലീസ് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം തമിഴ് വമ്പ ഹിറ്റായിട്ട് മാറി ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയാണ്. പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു ചിത്രം കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ധനുഷ് ഡയറക്ട് ചെയ്ത നിരാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. മലയാളത്തിൽ നിന്നും മാത്യു തോമസ്, അനിക സുരേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന് തമിഴ് പതിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോംസ് വഴി കാണാൻ സാധിക്കുന്നതാണ്. അവിടെ പിന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ചിത്രമാണ് ബാബുവിനെ കേന്ദ്ര കഥാപാത്രത്തെ ഹണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഷാജി കാര്യം സണിച്ചൊരുക്കി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രം ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രമായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മഴവിൽ മനോരമ അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. ചിത്രം മാർച്ച് മാസം അവസാനത്തോടുകൂടി സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു DNA എന്ന് പറയുന്ന സിനിമ. അഷ്കർ സൗഹാൻ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ട് മാറിയിട്ടായിരുന്നു. ഒരു മികച്ച ത്രില്ലർ ചിത്രം എന്നൊരു ലേബൽ നേടിയെടുത്ത ചിത്രമായിരുന്നു DNA എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൈനപ്ലേ സ്വന്തമാക്കിയെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. സൈനപ്ലേ വഴി നമുക്ക് മാർച്ച് മാസം തന്നെ ചിത്രത്തിന് OTT റിലീസ് ഉണ്ടാകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു OTT റിലീസ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓണം നാളുകളിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി അത്യാവശ്യം ബോക്സ് ഓഫീസിൽ വിജയം സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. റഹ്മാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒമർ ലുലു എന്ന ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയെന്നാണ് പറയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 28-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂക്ക നായകനായിട്ട് എത്തിയ ചിത്രം. ഗൗതം വാസുദേവ് മേനോൻ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഈ വരുന്ന മാർച്ച് മാസം 28-ാം തീയതി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം ആദ്യം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് എന്ന ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. അപ്പം ചിത്രം അടുത്ത മാസം നമുക്ക് OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ടാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ബാന്ദ്ര, അതോടൊപ്പം തന്നെ രാമചന്ദ്ര, ബോസാൻകോ, തങ്കമണി തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ അപ്ഡേറ്റുകൾ ചെറുതെങ്കിലും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രങ്ങളുടെ എല്ലാം തന്നെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ജെനുവിനാണെന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക. 2025 തന്നെ ഈ ഒരു സിനിമകൾ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നതിനായിട്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.